മക്കളെ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻസൈഡ് എക്സസൈസ് സൊല്യൂഷൻസ്. നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഓഫ് +2 ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന 3rd ചാപ്റ്ററിലെ എക്സസൈസ് സൊല്യൂഷൻസ് ആണ് ഇനിയുള്ള നമ്മൾ വീഡിയോസുകളായിട്ടുണ്ടാവുക. അപ്പോൾ ടൈം കളയാതെ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫുള്ളായിട്ട് കാണാം. ഓക്കെ, ടോപ്പിക് വൈസ് പ്രാക്ടിക്കൽ വീഡിയോസ് ഒക്കെ, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, ക്വാർട്ടർ എക്സാം ഇമ്പോർട്ടൻറ്റ്, ടൈം എക്സാം ഇമ്പോർട്ടൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് ടൈം കളയണ്ട. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സ്റ്റോറേജ് ബാറ്ററി ഓഫ് എ കാർ ഹാസ് ആൻ EMF ഓഫ് 12 വോൾട്ട് ഇഫ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ബാറ്ററി ഈസ് 0.4 ohm. വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ബാറ്ററി എന്ന് പറയുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര ഒരു നോക്കുവാണെങ്കിൽ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കുക, ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, എബോ ആവറേജ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ EMF, വോൾട്ടേജ്, നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ആ ഭാഗത്തു നിന്നാണ്, സെല്ലുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് തന്ന കാര്യം എന്താണ്? EMF തന്നിട്ടുണ്ടായിരുന്നല്ലേ. EMF E ഇസ് ഈക്വൽ ടു എത്ര വോൾട്ടാണെന്ന് പറഞ്ഞത്? സ്റ്റോറേജ് ബാറ്ററിയിൽ EMF 12 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ തന്ന കാര്യം എന്താണ്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് തന്നത്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R ആണ്, സ്മോൾ ലെറ്റർ R ആണ്. സ്മോൾ ലെറ്റർ R ഇസ് ഈക്വൽ എത്രയാണ്? 0.4 ohm. ഇത്ര മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ട് ചോദിച്ചതാണെങ്കിൽ, ക്വസ്റ്റ്യൻ ചോദിച്ചാണെങ്കിൽ, വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് അല്ലെങ്കിൽ ഡ്രോൺ ഫ്രം ദ ബാറ്ററി എന്നാണ്. ഓക്കെ, മാക്സിമം കറണ്ട്. ഇതിൽ വലിയ ടഫ്നെസ് ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇത് ഈസി ആവുന്നത്? കുറേ ആൾക്ക് ഭയങ്കര ടഫല്ല, ഇത് ഭയങ്കര ഇതല്ല, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒക്കെ ഒന്നുമില്ലടാ. കാരണം EMF അക്കോർഡിംഗ് ടു ഓംസ് ലോ ആണ് കേട്ടോ കോൺസെപ്റ്റ് ഇവിടെ വരുന്നത്. അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR ആണ്, അല്ലെങ്കിൽ E is equal to IR ആണ്. E എന്ന് പറയുമ്പോൾ ഇവിടെ I സ്മോൾ r ആണ് വരിക. അത്രയേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഒന്നുമില്ല. അങ്ങനെയാണ് ഫ്രം ദിസ് ഇക്വേഷൻ E is equal to IR. ശരിക്കും എന്താണ്? V is equal to I എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R കൊടുക്കും. അതിന് പകരം EMF ആവുമ്പോൾ ക്യാപിറ്റൽ E is equal to I സ്മോൾ r വരും. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് I is equal, അല്ലെങ്കിൽ I max is equal എത്രയാണ് വരിക? I max is equal to E ഡിവൈഡ് ബൈ R. തന്ന ഈ EMF ഡിവൈഡഡ് ബൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ഇടാം. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 12 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ടാകും? 0.4 ഉണ്ടാകും. 12/0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0.4നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 4/10 എന്ന് എഴുതാം. അപ്പോൾ ഈ 10 മുകളിലേക്ക് വരും. അപ്പോൾ 10 × 12 എന്ന് പറഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ എത്ര വരും? 4. 120/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30. കറണ്ട് ആയതുകൊണ്ട് ആംബിയർ. കഴിഞ്ഞ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് നമ്മളത് ചില കുട്ടികൾക്ക് ടഫ് തോന്നിയേക്കാം. ബട്ട് ഇപ്പോൾ കാണുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നല്ലേ എന്ന് തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, ഈ മോഡലാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കിർച്ചോഫ് ഉണ്ട്, വീറ്റ്സ്റ്റൺ ഉണ്ട്. ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിയുമായി ബന്ധപ്പെട്ടുള്ള റെസിസ്റ്റിവിറ്റിൻ്റെ കേസുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡ്രിഫ്റ്റ്, വെലോസിറ്റി, മൊബിലിറ്റി, റിലാക്സേഷൻ ടൈം, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസുകളായിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലായി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ഇപ്പോൾ മനസ്സിലായി, ഈസിയാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയത് 3.1 ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. തൊട്ടുമ്പത് വീഡിയോസുകൾ കാണാത്തവർ നിർബന്ധമായിട്ട് കാണണം മക്കളെ. അപ്പോൾ നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യൻ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.